ഞാൻ സുബ്രഹ്മണ്യം മാസ്റ്റർ മാത്തമാറ്റിക് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം വൈകി വന്ന വിവേകം. ഒരു ചർച്ച. മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. 10ാം ക്ലാസ് പാസ്സായ കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും എഴുത്തും വായനയും അറിയുകയില്ല എന്നുള്ളതായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രി ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ പ്രസ്താവന അവലോകനം ചെയ്യുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു മന്ത്രിയുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു പ്രസ്താവന വരണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിലയിരുത്തി നോക്കാം. എങ്ങനെയാണ് ഈ കുട്ടികൾ അവരുടെ ബുദ്ധി വികസിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. വിഷ്വൽ മീഡിയയിലൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ആധുനിക തലമുറ ഒരു കാര്യം മുറക്കുന്നു. ഈ വിഷ്വൽ മീഡിയയുടെ കണ്ടുപിടുത്തം തന്നെ പല പ്രഗത്ഭ ശാസ്ത്രജ്ഞന്മാരുടെയും തലയിൽ നിന്നും ഉദിച്ച വിവരങ്ങളിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കുക. പണ്ട് കാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പല കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ആ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗം മാറുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയ്ക്ക് പ്രാധാന്യം വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വിഷ്വൽ മീഡിയ കൊണ്ട് മാത്രമായിട്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ തലച്ചോറിലെ ബുദ്ധി എല്ലായ്പ്പോഴും ഉപയോഗിച്ച് മാത്രമേ ഒരു മനുഷ്യന് മുന്നോട്ട് പോകുന്നതിന് സാധ്യമാകുകയുള്ളൂ. തലച്ചോറിലുള്ള വിവരങ്ങൾ വെച്ച് ആണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ആ തലച്ചോറിലുള്ളതായിട്ടുള്ള വിവരങ്ങൾ ഞരമ്പുകൾ വഴി ഇലക്ട്രിക്കൽ സിഗ്നലുകളായി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും അതിനനുസരിച്ച് ശരീരം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളതായിട്ടുള്ള തലച്ചോറിൽ വിവരം ശേഖരിക്കണം എന്ന് ഉണ്ടെങ്കിൽ എഴുത്ത് വായന വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എഴുതിയും വായിച്ചും മാത്രമേ തലച്ചോറിൽ വിവരങ്ങൾ ശേഖരിക്കുവാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ തലയിൽ ശേഖരിച്ച വിവരങ്ങളോടൊപ്പം തന്നെ വിഷ്വൽ മീഡിയയിലെ വിവരങ്ങളും ചേർത്ത് ഒരു വ്യക്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ഉയർച്ചയിലേക്ക് എത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
തലച്ചോറ് ഉപയോഗിക്കാതെ വിഷ്വൽ മീഡിയ മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികൾ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉയർച്ച സാധ്യമല്ല. അങ്ങനെയുള്ളവരാണ് ഈ വിഷ്വൽ മീഡിയയെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് പണസമ്പാദനത്തിനായി ശ്രമിക്കുന്നത്. ഇത് വ്യക്തമായ ഒരു കാര്യമാണ്. ആയതിനാൽ വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ തലച്ചോറിൻ്റെ ആണ് പ്രാധാന്യം. തലച്ചോറിൽ വിവരം ശേഖരിക്കണം എന്ന് ഉണ്ടെങ്കിൽ എഴുത്തും വായനയും അനിവാര്യമാണ്. ഈ എഴുത്തും വായനയും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളതായിട്ടുള്ള ഒരു വാല്യുവേഷൻ നടത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വിവരമുള്ളതായിട്ടുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതിനായി കഴിയുകയുള്ളൂ. അങ്ങനെ വിവരമുള്ള വിദ്യാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടാലേ സമൂഹം നന്നാവുകയുള്ളൂ. സമൂഹം നന്നായാലേ നമുക്ക് ഈ സമൂഹത്തിൽ സുഖസുന്ദരമായ ജീവിതം നയിക്കുന്നതിനായി കഴിയുകയുള്ളൂ. ആയതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശക്തമായ ഡിസിപ്ലിൻ അനിവാര്യം തന്നെയാണ്. അതിനായി പണ്ട് കാലങ്ങളിൽ ഓരോ വിഷയത്തിനും 35 മാർക്ക് ആണ് നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അതിൽ കുറയാത്ത ഒരു മാർക്ക് നിശ്ചയിച്ച് കഴിവുള്ളവരെ മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തി അവർക്ക് ഉന്നത പഠനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അധ്യാപകർക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നതിനുള്ളതായിട്ടുള്ള കഴിവ് ഉള്ളൂ. രാഷ്ട്രീയക്കാർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വളരെ പുരോഗമിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് അവർ ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ സജി ചെറിയാൻ പറഞ്ഞ ആ വാക്കുകൾ മുഖവിലയ്ക്ക് എടുത്ത് ഒരു മൂല്യനിർണയം നടത്തി കഴിവുള്ളവരെ മാത്രം വിജയിപ്പിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാൻ ഉള്ളത്. അല്ലാതെ എല്ലാവരും ഉന്നത വിദ്യാസമ്പന്നരാണെന്നും കേരളത്തിൽ ഉള്ളവർ എല്ലാം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെന്നും വെറും വാക്കാൽ പറഞ്ഞതുകൊണ്ട് പോരാ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് അതിനു വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയുവാൻ ഉള്ളത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ചർച്ച മുന്നോട്ട് പോയി വിദ്യാഭ്യാസ ഡിസിപ്ലിൻ കൊണ്ടുവന്ന് ഉന്നത വിദ്യാഭ്യാസ സംസ്കാരം കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.